ഹായ്, ഇന്ന് നമുക്ക് എസെൻഷ്യൽസ് ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പാർട്ട് 6 വീഡിയോസ് നോക്കാം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് SMD അതിൻ്റെ അഡ്വാൻറ്റേജസ്, ദെൻ സ്വിച്ചസ് തുടങ്ങി വെച്ചിരുന്നു. പിന്നെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ജസ്റ്റ് ഒന്ന് നോക്കിയായിരുന്നു അല്ലേ. ഇപ്പോൾ സ്വിച്ചസ് എന്ന് പറഞ്ഞാൽ ടു മേക്ക് ഓർ ബ്രേക്ക് എ കണക്ഷൻ ഇൻ എ സർക്യൂട്ട് അല്ലേ. അത്രയും കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ പോൾസ് എന്താണ്, ത്രോസ് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെക്കാനിക്കൽ സ്വിച്ചസ് തന്നെ പല ടൈപ്പ് ഉണ്ട്. മെക്കാനിക്കൽ, ഇലക്ട്രോണിക് അല്ലേ. മെക്കാനിക്കൽ തന്നെ ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ഉണ്ട്. മെത്തേഡ് ഓഫ് ആക്ച്വേഷൻ അനുസരിച്ച് നമ്പർ ഓഫ് കോൺടാക്ട്സ് വെച്ചിട്ട്, നമ്പർ ഓഫ് പോൾസ് ആൻഡ് ത്രോസ് വെച്ചിട്ട്, ദെൻ ഓപ്പറേഷൻ ആൻഡ് കൺസ്ട്രക്ഷൻ വെച്ചിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ബേസ്ഡ് ഓൺ സ്റ്റേറ്റ്. അപ്പോൾ ഇത്രയായിരുന്നു നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് സിലബസിലുള്ള കുറച്ച് സ്വിച്ചസ് ഒന്ന് പരിചയപ്പെടാം. സോ നമ്മൾ പറഞ്ഞിരുന്നു പോൾസും ത്രോസും അല്ലേ. പോൾസ് എന്ന് പറഞ്ഞാൽ ഇൻപുട്സുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുകയാണ്. ത്രോസ് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ടാണ് അല്ലേ. ദ പോൾ റെപ്രസെൻറ്റ്സ് ദ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ പവർ സർക്യൂട്ട്സ് ദാറ്റ് ക്യാൻ ബി സ്വിച്ച്ഡ്. അപ്പം പോൾസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സർക്യൂട്ട്സ് ദാറ്റ് ക്യാൻ ബി സ്വിച്ച്ഡ്. ആ ഡെഫിനിഷൻ ഒന്ന് ഓർത്ത് വെക്കുക. മോസ്റ്റ് ഓഫ് ദ സ്വിച്ചസ് ആർ ഡിസൈൻഡ് ടു ഹാവ് 1, 2 or 3 poles and are designated as single pole, double pole and triple pole. അപ്പം നമ്പർ ഓഫ് പോൾസിനനുസരിച്ച് സിംഗിൾ പോൾ, ഡബിൾ പോൾ, ട്രിപ്പിൾ പോൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്പർ ഓഫ് ത്രോസ്. നമ്പർ ഓഫ് ത്രോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ടു വിച്ച് കറണ്ട് ക്യാൻ പാസ് ത്രൂ ദ സ്വിച്ച്. അപ്പം നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ത്രൂ വിച്ച് കറണ്ട് ക്യാൻ പാസ് ത്രൂ ദ സ്വിച്ച് എന്ന് ചോദിച്ചാൽ അതെന്താണ്? ത്രോസ്. അപ്പോൾ കറണ്ടിന് പാസ് ചെയ്ത് പോകാൻ പറ്റുന്ന നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ആണ് എന്തെന്ന് പറഞ്ഞാൽ ത്രോസ് എന്ന് പറഞ്ഞു. അതായത് ഇൻപുട്ട് സൈഡിൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ പവർ സർക്യൂട്ട്സ് ദാറ്റ് ക്യാൻ ബി സ്വിച്ച്ഡ് ആൻഡ് ഔട്ട്പുട്ട് സൈഡിൽ ദ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ടു വിച്ച് കറണ്ട് ക്യാൻ പാസ് ത്രൂ, അതാണ് ത്രോസ് എന്ന് പറയുന്നത്. അപ്പോൾ ത്രോസും അതുപോലെ തന്നെ സിംഗിൾ ത്രോ, ഡബിൾ ത്രോ ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് സിലബസിൽ പഠിക്കാനുള്ളത് ഈ പോൾസും ത്രോസും വെച്ചിട്ടുള്ള നമ്പർ ഓഫ് പോൾസ് ആൻഡ് ത്രോസ് വെച്ചിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വൺ, സിംഗിൾ പോൾ സിംഗിൾ ത്രോ സ്വിച്ച്. അപ്പോൾ സിംഗിൾ പോൾ സിംഗിൾ ത്രോ സ്വിച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഫിഗർ കണ്ടോ എൻ്റെ സിമ്പലിൻ്റെ? അപ്പോൾ നമുക്കത് കാണുമ്പോൾ അറിയാം. SPST സ്വിച്ച് കാണിച്ചിരിക്കുന്നത് കണ്ടോ? ഒന്നുകിൽ അത് ക്ലോസ് ചെയ്യുമ്പം സർക്യൂട്ട് വർക്ക് ചെയ്യും, അത് ഓപ്പൺ ആകുമ്പോൾ എന്ത് ചെയ്യില്ല, വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ ആ ബൾബ് കത്തണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നോർമലി ഓപ്പൺ ആയിട്ടിരിക്കുകയാണ്, ഇപ്പോൾ അത് നോർമലി ക്ലോസ്ഡ് ആകുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, ആ ബൾബ് ഗ്ലോ ചെയ്യും. അപ്പോൾ ആ ബൾബിൻ്റെ രണ്ട് കണ്ടീഷൻ, ഓൺ ഓഫ് നിയന്ത്രിക്കുന്നത് ഒരു സിംഗിൾ പോളും സിംഗിൾ ത്രോ ആയിട്ടുള്ള ഈ സ്വിച്ച് വെച്ചിട്ടാണ്. അപ്പോൾ എന്താണ്? ദിസ് ഈസ് ദ ബേസിക് ഓൺ ആൻഡ് ഓഫ് സ്വിച്ച് കൺസിസ്റ്റിംഗ് ഓഫ് 1 ഇൻപുട്ട് കോണ്ടാക്റ്റ് ആൻഡ് 1 ഔട്ട്പുട്ട് കോണ്ടാക്റ്റ്. അപ്പോൾ അതിനകത്ത് നോക്കിയാൽ നമുക്കറിയാം, ഒരു ഇൻപുട്ട് കോണ്ടാക്റ്റും ഒരു ഔട്ട്പുട്ട് കോണ്ടാക്റ്റ് മാത്രമേ ഉള്ളൂ. ഒരു ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യാം, അതുപോലെ ഒരു ഔട്ട്പുട്ടിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇറ്റ് സ്വിച്ചസ് എ സിംഗിൾ സർക്യൂട്ട് ആൻഡ് ഇറ്റ് ക്യാൻ എയ്തർ മേക്ക് ഓൺ ഓർ ബ്രേക്ക് ഓഫ് ദ ലോഡ്. അപ്പോൾ ഇറ്റ് ക്യാൻ മേക്ക് ഓർ ബ്രേക്ക് ഓർ ഇറ്റ് ക്യാൻ ഓൺ ഓർ ഓഫ് ദി ലോഡ്. The contacts of SPST can be either normally open or normally closed configuration. ഒന്നെങ്കിൽ അത് നോർമലി ഓപ്പൺ ആയിട്ടിരിക്കും, അല്ലെങ്കിൽ അതെന്തായിരിക്കും, നോർമലി ക്ലോസ്ഡ് ആയിട്ടിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ SPST എന്ന് പറഞ്ഞാൽ എന്താണ്? സിംഗിൾ പോൾ സിംഗിൾ ത്രോ. അപ്പോൾ അതിൻ്റെ ഫുൾ ഫോം നോക്കുക. ദെൻ അതിൻ്റെ ഒരു ഫിഗർ, എല്ലാത്തിൻ്റെയും ഫിഗർ നന്നായിട്ട് ഓർത്ത് വെച്ചേക്കുക. കാരണം PSC ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന എക്സാംസിനൊക്കെ ഈ ഫിഗർ മാത്രം തന്നിട്ടുണ്ട്, ഇത് ഏത് സ്വിച്ചിൻ്റെ ഫിഗറാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ഇസ് സിംഗിൾ പോൾ ഡബിൾ ത്രോ സ്വിച്ച്. അപ്പോൾ എന്താണ് സിംഗിൾ പോൾ ഡബിൾ ത്രോ അല്ലേ. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ കണ്ടോ, ഇൻപുട്ട് സൈഡിൽ ഒരു പോളേ ഉള്ളൂ, ഔട്ട്പുട്ടിലോട്ട് കണക്ട് ചെയ്യാനായിട്ട് എന്തുണ്ട്, ലോഡിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് 2 ടെർമിനൽസ് ഉണ്ട് അല്ലേ. അപ്പോഴത്തേക്കും SPDT സ്വിച്ചിൻ്റെ ഫിഗർ കണ്ടോ. അതുപോലെ ആ പവർ സപ്ലൈക്കകത്ത് അത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്ക് 2 രീതിയിൽ ഔട്ട്പുട്ടിനെ
രണ്ട് കണ്ടീഷൻ നമുക്ക് പോസിബിൾ ആക്കാം അല്ലേ. നോർമലി ഇത് ക്ലോസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഈ സർക്യൂട്ടിൻ്റെ പാത്ത് ഇത് പ്ലസ് ഇത് മൈനസ് ആണെന്നുണ്ടെങ്കിൽ ഈ സർക്യൂട്ട് പാത്ത് ഇതുവഴി കംപ്ലീറ്റ് ആവും ഇല്ലേ. അപ്പോൾ ഈ ബൾബ് ഗ്ലോ ചെയ്യും, ഇതെന്ത് ചെയ്യില്ല, ഗ്ലോ ചെയ്യത്തില്ല. തിരിച്ച് ഇവിടെയാണ് കണക്ഷൻ വരുന്നതെന്നുണ്ടെങ്കിൽ ഈ നോർമലി ക്ലോസ്ഡ് എന്നുള്ളത് ഇങ്ങോട്ടേക്ക് കണക്ഷൻ വരുവാണെന്നുണ്ടെങ്കിൽ ആ സർക്യൂട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ആവും അല്ലേ, ഇങ്ങനെ. അപ്പോഴേക്കും നമുക്ക് എന്താണ്, ഇതുവഴി സർക്യൂട്ട് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും ഇത് ഗ്ലോ ചെയ്യും, ഇത് ഗ്ലോ ചെയ്യത്തില്ല. ഓക്കെ, ദാറ്റ് ഈസ് സിംഗിൾ പോൾ ഡബിൾ ത്രോ സ്വിച്ച്. അപ്പോൾ നമ്പർ ഓഫ് ഔട്ട്പുട്ട്സ് കണക്റ്റഡ് കണ്ടോ, രണ്ടാണ്, ഒരു ഇൻപുട്ടേ ഉള്ളൂ. ദാറ്റ് ഈസ് സിംഗിൾ പോൾ ഡബിൾ ത്രോ സ്വിച്ച്. നെക്സ്റ്റ് ഇസ് ദിസ് സ്വിച്ച് ഹാസ് 3 ടെർമിനൽസ്. അപ്പോൾ ആ ടെർമിനൽസിൻ്റെ എണ്ണം എല്ലാത്തിലും ക്ലിയർ ആയിരിക്കണം. ആദ്യത്തെ കേസിൽ 2 ടെർമിനലേ ഉള്ളൂ, 1 for input and 1 for output. That is single pole single throw. Now here it has 3 terminals. 3 terminals ഉണ്ടല്ലേ. 1 is input contact and remaining 2 are output contacts. അത് ആ ഫിഗറിൽ നിന്ന് ഓർമ്മയുണ്ടല്ലോ, ഒരു ഇൻപുട്ടും 2 ഔട്ട്പുട്ട് കോണ്ടാക്ട്സും, ടോട്ടൽ 3 ടെർമിനൽസ്. So this means it consists 2 on positions and 1 off positions. Okay ആണല്ലോ. In most of the circuits, these switches are used as changeover to connect the input between 2 choices of outputs. അപ്പം ഔട്ട്പുട്ടിനെ 2 ചോയ്സുകൾ ചൂസ് ചെയ്യാനായിട്ടാണ് നമ്മൾ കൂടുതലായിട്ടും ഇത് ഉപയോഗിക്കുന്നത്. ആ ഫിഗർ ഓർത്താൽ മതി. ഔട്ട്പുട്ടിൽ ഈ ഓണോ ഓഫ്, അപ്പോൾ ആ 2 ചോയ്സസ് നമുക്ക് ഈ ഒരു സ്വിച്ച് വെച്ചിട്ട് എന്ത് ചെയ്യാം, കൺട്രോൾ ചെയ്യാം. നെക്സ്റ്റ് ഇസ് double pole double throw switch, DPST. That is double pole single throw switch, DPST, double pole single throw switch. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഫിഗർ കണ്ടോ, ആ സിമ്പിൾ കണ്ടോ. നമുക്ക് ഇൻപുട്ടിലും 2 ഉണ്ട്, ഔട്ട്പുട്ടും 2 കണക്ട് ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഈ രീതിയിൽ നമുക്ക് ഇതിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്ലോസ്ഡ് ആകുമ്പോഴത്തേക്കും ഈ ലാമ്പ് പാത്ത് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യും. ഇതും ക്ലോസ്ഡ് ആണെങ്കിൽ മാത്രമേ ഇത് ഈ പാത്ത് കംപ്ലീറ്റ് ആവത്തുള്ളൂ അല്ലേ. അതുപോലെ ഇവിടെയും നമുക്ക് ഇത് ക്ലോസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഈ ലാമ്പ് ഓൺ ആവുകയും ചെയ്യും, മോട്ടർ കണക്റ്റഡ് ആവുകയും ചെയ്യും. ദാറ്റ് ഈസ് ഡബിൾ പോൾ സിംഗിൾ ത്രോ സ്വിച്ച്. This switch consists of 4 terminals, 2 input contacts and 2 output contacts. അപ്പോൾ ആ ഫിഗറിൽ നിന്നുണ്ടല്ലോ ഡബിൾ പോൾ സിംഗിൾ ത്രോ ആണ്. അപ്പം ഇൻപുട്ടിൽ ഔട്ട്പുട്ടിലും കൂടെ മൊത്തം 4 ടെർമിനൽസ് ആണുള്ളത്. 2 ഇൻപുട്ട് കോണ്ടാക്ട്സും 2 ഔട്ട്പുട്ട് കോണ്ടാക്ട്സും, അത് തെറ്റിക്കരുത്. ഇത് ഡബിൾ പോൾ സിംഗിൾ ത്രോ ആണ്, പക്ഷേ ഇൻപുട്ടിലും ഔട്ട്പുട്ടിലുമായിട്ട് 2 കോണ്ടാക്ട്സ് ആണ് പറയുന്നത്. പക്ഷേ നമുക്ക് ഇൻപുട്ട് 2 രീതിയിൽ കണക്ട് ചെയ്യാമെങ്കിലും ഔട്ട്പുട്ട് ഒറ്റ രീതിയിലേക്കേ വരത്തുള്ളൂ. അതുകൊണ്ടാണ് ഡബിൾ പോൾ സിംഗിൾ ത്രോ എന്ന് പറയുന്നത്. സോ ഇറ്റ് ബിഹേവ്സ് ലൈക്ക് 2 സെപ്പറേറ്റ് SPST കോൺഫിഗറേഷൻ ഓപ്പറേറ്റിംഗ് അറ്റ് ദി സെയിം ടൈം. അപ്പോൾ സിംഗിൾ പോൾ സിംഗിൾ ത്രോ സ്വിച്ചിന് തന്നെ 2 സെപ്പറേറ്റ് ആയിട്ടിരിക്കുന്നത് ഒരുമിച്ച് ബിഹേവ് ചെയ്യുന്ന പോലെയാണ് എന്ത്, ഈ ഡബിൾ പോൾ സിംഗിൾ ത്രോ സ്വിച്ച്. ടെർമിനൽസ് ആണുള്ളത്, 4 ടെർമിനൽസ്, 2 ഇൻപുട്ട് കോണ്ടാക്ട്സും 2 ഔട്ട്പുട്ട് കോണ്ടാക്ട്സ്. ഇറ്റ് ഹാസ് ഓൺലി 1 ഓൺ പൊസിഷൻ, ബട്ട് ഇറ്റ് ക്യാൻ ആക്ച്വേറ്റ് ദി 2 കോണ്ടാക്ട്സ് സൈമൾട്ടേനിയസ്ലി such that each input contact will be connected to the corresponding output contact. അപ്പോൾ അതിന് ഒരു ഓൺ പൊസിഷനേ ഉള്ളൂ. അത് ആ ഫിഗറിൽ നമുക്ക് ക്ലിയർ ആണ്. ഇത് നോർമലി ക്ലോസ്ഡ് ആകുമ്പോഴത്തേക്ക് ഇത് 2 ഒരേ സമയത്താണ് അത് നോർമലി ക്ലോസ്ഡ് ആവുന്നത്. അതായത് നോർമലി ക്ലോസ്ഡ് ആവുന്ന പറഞ്ഞാൽ ഈ കോണ്ടാക്റ്റ് വരുന്നത്. അപ്പം നമുക്ക് 2 ഔട്ട്പുട്ടിലേക്ക് എന്ത് ചെയ്യാം, ഒരേ ടൈമിൽ തന്നെ ഓൺ കണക്ഷൻ പ്രൊവൈഡ് ചെയ്യാം. അതായത് ഈ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് 2 നോർമലി ക്ലോസ്ഡ് ആകുമ്പോഴത്തേക്കും ലാമ്പ് ബ്രൈറ്റ് ആവുകയും ചെയ്യില്ല, ലാമ്പ് ഓൺ ആവുകയും ചെയ്യും, മോട്ടർ കറങ്ങുകയും ചെയ്യും. അപ്പോൾ 2 ഓൺ കണ്ടീഷൻസ് നമുക്ക് ഈ സ്വിച്ചിലൂടെ കൺട്രോൾ ചെയ്യും. So it has only one on position, but it can actuate the 2 contacts simultaneously. ആ ഒരു ഓൺ പൊസിഷൻ വെച്ച് തന്നെ 2
കോൺടാക്ട്സിനെ നമുക്ക് എന്ത് ചെയ്യാം, സൈമിൾട്ടേനിയസ് ആയിട്ട് ആക്ച്വേറ്റ് ചെയ്യിക്കാം. ഇൻ ഓഫ് പൊസിഷൻ ബോത്ത് സ്വിച്ചസ് ആർ അറ്റ് ഓപ്പൺ സ്റ്റേറ്റ്. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഓഫ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ രണ്ടും സെപ്പറേറ്റ് ആയിട്ടിരിക്കുക, ഒരെണ്ണത്തിൽ പോലും കണക്ഷൻ ഇല്ല. അപ്പോൾ ഓഫ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഓഫാണ്. ബോത്ത് സ്വിച്ചസ് ആർ അറ്റ് ഓപ്പൺ സ്റ്റേറ്റ്. ദിസ് ടൈപ്പ് ഓഫ് സ്വിച്ചസ് ഈസ് യൂസ്ഡ് ഫോർ കൺട്രോളിങ് 2 ഡിഫറെൻറ്റ് സർക്യൂട്ട്സ് അറ്റ് എ ടൈം. അപ്പോൾ 2 ടൈപ്പ് സർക്യൂട്ട്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. 2 ഡിഫറെൻറ്റ് സർക്യൂട്ട്സിനെ ഓൺ ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്വിച്ച് ഉപയോഗിക്കാം. Also, the contacts of this switch may be either normally open or normally closed configuration. സാധാ സ്വിച്ച് പോലെ ഒന്നുകിൽ നോർമലി ഓപ്പൺ അല്ലെങ്കിൽ നോർമലി ക്ലോസ്ഡ് കോൺഫിഗറേഷൻ. അപ്പം ഓക്കെ ആണല്ലോ. ഡബിൾ പോൾ സിംഗിൾ ത്രോ സ്വിച്ച്. നെക്സ്റ്റ് ഈസ് ഡബിൾ പോൾ ഡബിൾ ത്രോ സ്വിച്ച്, ദാറ്റ് ഈസ് DPDT. ഡബിൾ പോൾ ഡബിൾ ത്രോ സ്വിച്ച്. അപ്പോൾ ഡബിൾ പോൾ ഡബിൾ ത്രോ സ്വിച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഒരു വർക്കിംഗ് ഒന്ന് ഈ ഒരു എക്സാമ്പിൾ വഴി നമുക്ക് നോക്കാം. അതിൻ്റെ ഫിഗർ കണ്ടോ, ടോട്ടലി അതിനകത്ത് 6 ടെർമിനൽസ് ആണുള്ളത്. ഒന്നുകിൽ അത് രണ്ടും കൂടെ ഈ സൈഡിലോട്ട് കണക്റ്റഡ് ആവും, അല്ലെങ്കിൽ അത് ഈ സൈഡിലോട്ട് കണക്റ്റഡ് ആവും. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഡബിൾ പോൾ ഡബിൾ ത്രോ. അപ്പം ഇൻപുട്ടിലോട്ട് 2 എണ്ണം കണക്ട് ചെയ്യാം, ഔട്ട്പുട്ടിലോട്ട് ഇങ്ങനെയും കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡബിൾ പോൾ 6 ടെർമിനൽസ് ആണുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു വർക്കിംഗ് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു സപ്പോസ് ഇതൊരു പ്ലസ് മൈനസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റേറ്റിൽ നോക്കിക്കുക, ഈ സ്വിച്ചസ് ഇത് രണ്ടും നോർമലി ക്ലോസ്ഡ് പൊസിഷനിലാണ്. അതായത് ഈ സർക്യൂട്ട് എങ്ങനെ കംപ്ലീറ്റ് ആവും, പ്ലസ്സിൽ നിന്ന് ഇവരൊരു മോട്ടറാണ് കണക്ട് ചെയ്തേക്കുന്നത് അല്ലേ, ഇങ്ങനെ വന്നു ഇങ്ങനെ കംപ്ലീറ്റ് ആയി പാത്ത്. അപ്പോൾ നോക്കിക്കേ, ഫസ്റ്റ് കേസിൽ ഡയറക്ഷൻ ഇങ്ങനെയാണ് മോട്ടറിൽ കൂടെ. അപ്പോൾ മോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നത് അതനുസരിച്ചായിരിക്കും, ഈ കറണ്ട് ഡയറക്ഷൻ അനുസരിച്ചായിരിക്കും മോട്ടറിൻ്റെ റൊട്ടേഷൻ. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നിരിക്കുന്ന ഫിഗറിൽ ഇത് രണ്ടുമാണ്, ഇത് പ്ലസ് ഇത് മൈനസ് ആയിട്ട് അസ്യൂം ചെയ്താൽ ഈ 2 പൊസിഷനാണ് ആദ്യത്തെ കേസിലിരിക്കുന്നത്. അപ്പോഴത്തേക്കും കറണ്ട് ഫ്ലോ ഇങ്ങനെയായിരിക്കും. നമുക്ക് മോട്ടറിൻ്റെ റൊട്ടേഷൻ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി സെക്കൻഡ് കേസ് നോക്കാം. ഞാൻ ഈ സ്വിച്ച് കണക്ഷൻ മാറ്റിയിട്ട് ഇങ്ങോട്ടേക്ക് കൊടുത്തു, ഇവിടെ ആക്കി കണക്ഷൻ. ഇവിടെ കണക്ഷൻ ഇല്ല അല്ലേ, ആ ബ്ലൂ മാത്രമേ ഉള്ളൂ ഇപ്പം കോൺടാക്ട്സ്. അപ്പോൾ നമ്മുടെ വീട്ടിലെ കണക്ഷൻ എങ്ങനെയായിരിക്കും, പ്ലസ്സിൽ നിന്ന് മൈനസിലോട്ടാണ് അല്ലേ. അപ്പം പ്ലസ്സിൽ നിന്ന് ഒരു കറണ്ട് ഫ്ലോ ഇങ്ങനെ വന്നു, ഇങ്ങനെ കയറി, പിന്നുള്ള കോൺടാക്ട്സ് എങ്ങനെയുള്ളത്, ഇവിടെ കോൺടാക്ട്സ് ഉണ്ട്, അതുവഴിയാണ് ഇവിടെ എത്തുന്നത്. ഇങ്ങനെയാണ് പാത്ത് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഒന്നും കൂടെ നോക്കിക്കേ, നമ്മുടെ കോൺടാക്ട്സ് ഇങ്ങനെയാണെങ്കിൽ ഇവിടെ പ്ലസ് ഇവിടെ മൈനസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കറണ്ട് ഫ്ലോ വന്നിട്ട് മോട്ടറിൽ കൂടെ കയറിയിട്ട് ഈ ഒരു ഡയറക്ഷൻ ഈ പാത്തിൽ കംപ്ലീറ്റ്. ഓക്കെ ആണോ? അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഒരു പാത്ത് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നോക്കിക്കേ, നേരത്തെ കറണ്ട് ഫ്ലോ അങ്ങോട്ടായിരുന്നു, ഇപ്പോൾ കറണ്ട് ഫ്ലോയുടെ ഡയറക്ഷൻ എന്തായി, റിവേഴ്സായി. അപ്പോൾ കുറച്ച് നേരം ഒരു ഡയറക്ഷനിലോട്ട് കറങ്ങിയിരിക്കുന്ന മോട്ടറിനെ നമുക്ക് റിവേഴ്സ് ഡയറക്ഷനിലോട്ട് കറണ്ട് ഫ്ലോ ആക്കണമെന്നുണ്ടെങ്കിൽ ഈ ഏത് സ്വിച്ച് ഉപയോഗിച്ചാൽ മതി, DPDT സ്വിച്ച് ഉപയോഗിച്ചാൽ മതി. നോർമലി ഈ ഫ്ലോനെ ഡയറക്ഷൻ കൺട്രോളിനാണ് നമ്മൾ എപ്പോഴും ഈ DPDT സ്വിച്ചസ് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഫസ്റ്റ് കേസിൽ എങ്ങനെയാണോ മോട്ടർ കറങ്ങിയ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും സെക്കൻഡ് പൊസിഷനിൽ മോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവുക. സോ ദാറ്റ് ഈസ് ഡബിൾ പോൾ ഡബിൾ ത്രോ സ്വിച്ച്. So this is a dual on or off switch consisting of 2 on positions. It has 6 terminals, 2 are input contacts and remaining 4 are the output contacts. അപ്പോൾ അതിൻ്റെ ഒരു സ്കീമാറ്റിക് ഓർത്ത് കഴിഞ്ഞാൽ നമ്മൾ ആ വർക്കിംഗ് ഓർത്ത് കഴിഞ്ഞാൽ അതിനകത്ത് 2 ഇൻപുട്സും 4 ഔട്ട്പുട്ട് കോൺടാക്ട്സുമാണ് എന്ന് പറഞ്ഞാൽ 2 എണ്ണത്തിലോട്ട് കണക്ട് ചെയ്തിട്ട് ആ പൊസിഷനിൽ നിന്ന് പിന്നെ 2 എണ്ണത്തിലോട്ട് കണക്ട് ചെയ്യാം. ദാറ്റ് ഈസ് ആക്ച്വലി 4 ഔട്ട്പുട്ട് കോൺടാക്ട്സ് എന്ന് പറയുന്നത്. ഇറ്റ് ബിഹേവ്സ് ലൈക്ക് 2 സെപ്പറേറ്റ് SPDT കോൺഫിഗറേഷൻ. അപ്പോൾ DPST എന്തായിരുന്നു, ഇറ്റ് ബിഹേവ്സ് ലൈക്ക് SPST കോൺഫിഗറേഷൻ. ഇതാണെങ്കിൽ DPDT ആണെങ്കിലോ ഇറ്റ് ബിഹേവ്സ് ലൈക്ക് 2 സെപ്പറേറ്റ് SPDT കോൺഫിഗറേഷൻ ഓപ്പറേറ്റിംഗ് അറ്റ് ദി സെയിം ടൈം.
two input contacts are connected to the one set of output contacts in one position, and in another position input contacts are connected to the other set of output contacts. ഓക്കെ ആണല്ലോ. ഒരു പൊസിഷനിൽ വൺ സെറ്റ് ഓഫ് ഔട്ട്പുട്ട് കോണ്ടാക്ട്സ് ഒരു പൊസിഷനിലായിരിക്കും ഇല്ലേ. അനദർ പൊസിഷനിലോ ഇൻപുട്സിനെ വേറൊരു സെറ്റ് ഔട്ട്പുട്ട് കോണ്ടാക്ട്സിലോട്ട് കണക്റ്റ് ആക്കും. അതായത് ഈ കേസിൽ ഇവിടാണ് കണക്ഷൻ, രണ്ടാമത്തെ കേസിൽ കണക്ഷൻ ഇങ്ങനെയാവും ഇല്ലേ. അപ്പോൾ ആ ഒരു ചേഞ്ച് അവിടെ നമുക്ക് അറിയാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് സിലബസിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫിഗർ നന്നായിട്ട് ഓർക്കുക. ഒന്നും കൂടെ ഒന്ന് പറയാം. സിംഗിൾ പോൾ സിംഗിൾ ത്രോ ഫിഗർ ക്ലിയർ ആണല്ലോ. ദെൻ സിംഗിൾ പോൾ ഡബിൾ ത്രോ. ഓക്കെ. ദെൻ ഡബിൾ പോൾ സിംഗിൾ ത്രോ. ഡബിൾ പോൾ സിംഗിൾ ത്രോ ആണ് ഈ ഫിഗർ. ഈ ഫിഗർ തെറ്റിക്കരുത്. നെക്സ്റ്റ് ഡബിൾ പോൾ ഡബിൾ ത്രോ സ്വിച്ച്. അവിടെ മൊത്തം 6 ടെർമിനൽസ് ഉണ്ട്. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് ഉള്ളത് പുഷ് ബട്ടൺ സ്വിച്ച്. പുഷ് ബട്ടൺ സ്വിച്ച് എയ്തർ നോർമലി ഓപ്പണും കാണും, ദെൻ നോർമലി ക്ലോസ്ഡും കാണും അല്ലേ. പുഷ് ബട്ടൺ സ്വിച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ പുഷ് ചെയ്യുമ്പം അതെന്താണ്, ഇപ്പോൾ നോർമലി ക്ലോസ്ഡ് ആണെങ്കിൽ നോർമലി ഓപ്പൺ ആവും. നോർമലി ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ അതെന്താവും, പുഷ് ചെയ്യുമ്പോഴേ നോർമലി എന്താവത്തുള്ളൂ, തിരിച്ച് റിവേഴ്സ് സ്റ്റേറ്റിലോട്ട് വരത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഡോർ ബെല്ല് അല്ലേ. ഡോർ ബെല്ലെന്ന് പറഞ്ഞാൽ എന്താണ്, നോർമലി ഓപ്പൺ കോണ്ടാക്റ്റ് ആണ് ഇല്ലേ. നോർമലി ഓപ്പൺ ആണ്. നമ്മൾ ആ സ്വിച്ചിൽ പുഷ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു മെക്കാനിക്കൽ ഫോഴ്സ് അവിടെ കൊടുക്കുമ്പോൾ മാത്രമേ അതെന്ത് ചെയ്യത്തുള്ളൂ, നോർമലി ക്ലോസ്ഡ് ആവത്തുള്ളൂ. അപ്പോഴേ ആ സർക്യൂട്ട് കംപ്ലീറ്റ് ആവും. അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യും, കറസ്പോണ്ടിങ് സൗണ്ട് ആണെങ്കിൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? അതാണ് പുഷ് ടു ഓൺ സ്വിച്ച്. ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പുഷ് ചെയ്യിക്കണം. അതാണ് പുഷ് ടു ഓൺ സ്വിച്ച് എന്ന് പറഞ്ഞാൽ. അതുപോലെ പുഷ് ടു ഓഫ് സ്വിച്ച് ഉണ്ട്. അപ്പോൾ പുഷ് ടു ഓൺ സ്വിച്ചിന് എക്സാമ്പിളാണ് നമ്മുടെ ഡോർ ബെല്ല്. അതുപോലെ നെക്സ്റ്റ് ഒരെണ്ണമുണ്ട് പുഷ് ടു ഓഫ് സ്വിച്ച്. പുഷ് ടു ഓഫ് സ്വിച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, അതെന്തായിരിക്കും, നോർമലി ക്ലോസ്ഡ് ആയിരിക്കും. നമ്മൾ ഒരു ഫോഴ്സ് കൊടുക്കുമ്പോഴായിരിക്കും അതെന്ത് ചെയ്യുന്നത്, അത് ഓപ്പൺ ആവുന്നത്. ഓക്കെ. ഫോർ എക്സാമ്പിൾ ഫ്രിഡ്ജിലെ ലൈറ്റ്, അതെപ്പോഴും ഇങ്ങനെ എന്തായിരിക്കും, ഓൺ ആയിരിക്കും. അതായത് ക്ലോസ്ഡ് ആണ് സ്വിച്ച്, നോർമലി ക്ലോസ്ഡ് പൊസിഷൻ, ഈ പൊസിഷനിലാണ് സ്വിച്ച് ഇരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം, അത് റിമൂവ് ചെയ്യാൻ, ഓപ്പൺ ആക്കാൻ അല്ലെങ്കിൽ ഓഫ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം, പുഷ് ചെയ്യണം. ദാറ്റ് ഈസ് പുഷ് ടു ഓഫ് സ്വിച്ച്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജ് തുറക്കുമ്പോഴത്തേക്കും ആ ലൈറ്റ് എന്ത് ചെയ്യാണ്, ഓഫ് ആവുക. അപ്പോൾ അവിടെ ആ കോണ്ടാക്റ്റ് ബ്രേക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കണം. അപ്പം ക്ലിയർ ആയാലോ, പുഷ് ടു ഓൺ ഓർ പുഷ് ടു ഓഫ് സ്വിച്ച്. അപ്പോൾ പുഷ് ബട്ടൺ സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അത് ഒന്നുകിൽ നോർമലി ക്ലോസ്ഡ് ആയിരിക്കും അല്ലെങ്കിൽ നോർമലി ഓപ്പൺ ആയിരിക്കും. നോർമലി ഓപ്പൺ ആയിരിക്കുന്നതിനെ ക്ലോസ് ചെയ്യിക്കാനാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്, പുഷ് ടു ഓൺ. ഓൺ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, പുഷ് ചെയ്യണം, എന്തെങ്കിലും ഫോഴ്സ് കൊടുക്കണം. പുഷ് ടു ഓൺ സ്വിച്ച്, എക്സാമ്പിൾ ഡോർ ബെൽ. അതുപോലെ പുഷ് ടു ഓഫ് സ്വിച്ച് ഉണ്ട്. അതായത് നോർമലി ക്ലോസ്ഡ് ആണ്, അത് നോർമലി ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട്, അതിനെ ഓപ്പൺ ചെയ്യിക്കാൻ വേണ്ടി നമ്മളൊരു ഫോഴ്സ് കൊടുക്കണം. ദാറ്റ് ഈസ് പുഷ് ടു ഓഫ് സ്വിച്ച്. അതിന് എക്സാമ്പിളാണ് ഫ്രിഡ്ജ് ലൈറ്റ്. അപ്പോൾ ആ ഒരു എക്സാമ്പിൾ വെച്ച് ഓർത്തിരുന്നാൽ നമുക്ക് എളുപ്പം ഓർക്കാം. അപ്പോൾ ആ ഒരു പുഷ് ചെയ്യാനുള്ള ബട്ടനാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് എയ്തർ എ നോർമലി ഓപ്പൺ ഓർ നോർമലി ക്ലോസ്ഡ് one. So it is a momentary contact switch that makes or breaks connection as long as pressure is applied or when the button is pushed. Generally, this pressure is applied by a button pressed by someone's finger. This button returns to its normal position once the pressure is removed. നമ്മൾ ആ പ്രഷർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ it will come back to its normal position അല്ലേ. So the internal spring mechanism operates these two states, pressed or released of a push button. അപ്പോൾ അതിനകത്തൊരു ഇൻറ്റേർണൽ സ്പ്രിങ് മെക്കാനിസം ഉണ്ട്. അതാണ് അതിനെ കുറച്ച് നേരത്തേക്ക് നമ്മൾ ആ ഞെക്കുന്ന സമയത്ത് അതിനെ കോണ്ടാക്റ്റിലേക്ക് കൊണ്ടുവരികയും റിലീസ് ചെയ്യുകയും ചെയ്യുന്നത്.
So it consists of stationary and movable contacts, of which stationary contacts are connected in series with the circuit to be switched, while movable contacts are attached with a push button. അപ്പോൾ സ്റ്റേഷനറി കോണ്ടാക്ട്സ് സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്യും. മൂവബിൾ കോണ്ടാക്റ്റിലാണ് നമ്മൾ പുഷ് ബട്ടൺ വെച്ചിരിക്കുന്നത്. നമ്മുടെ കോണ്ടാക്ട്സ് അതനുസരിച്ച് വരുന്ന അടുക്കെയാണ്. മൂവബിൾ കോണ്ടാക്ട്സ് ആർ അറ്റാച്ച്ഡ് വിത്ത് ദി പുഷ് ബട്ടൺ. ഓക്കെ, ഇപ്പോൾ പുഷ് ടു ഓൺ എന്ന് പറഞ്ഞാൽ ഓൺ ചെയ്യിക്കാനായിട്ട് നമ്മൾ പുഷ് ചെയ്യുക. പുഷ് ടു ഓഫ് എന്ന് പറഞ്ഞാൽ ഓഫ് ചെയ്യിക്കാനായിട്ട് പുഷ് ചെയ്യുക. So push buttons are classified into normally open, normally closed and double acting push buttons. So double acting push buttons are generally used for controlling two electrical circuits. അപ്പോൾ നമുക്ക് രണ്ട് ഇലക്ട്രിക്കൽ സർക്യൂട്ട്സിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ പുഷ് ടു ഓൺ ഓർ ഓഫ് സ്വിച്ച് ഉപയോഗിക്കാം. അതാണ് ഡബിൾ ആക്ടിങ് പുഷ് ബട്ടൺസ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ഇസ് ടോഗിൾ സ്വിച്ച്. ടോഗിൾ സ്വിച്ച് നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അതിൻ്റെ ആ ഒരു നോബ് പിടിച്ച് നമ്മൾ മുകളിലോട്ടും താഴോട്ടും ആക്കുന്നതനുസരിച്ചായിരിക്കും അത് ഓണും ഓഫും ആക്കുന്നത്. അത് തന്നെ പല ടൈപ്പ് ഉണ്ട്, SPST, SPDT, DPDT ഒക്കെ അല്ലേ. സോ ടോഗിൾ സ്വിച്ച് ഈസ് മാനുവലി ആക്ച്വേറ്റഡ് ഓർ പുഷ്ഡ് അപ്പ് ഓർ ഡൗൺ ബൈ എ മെക്കാനിക്കൽ ഹാൻഡിൽ ഓർ ലിവർ. നമ്മൾ ഈ പ്രസ് ചെയ്യുന്ന ഈ സാധനമാണ് എന്തെന്ന് പറഞ്ഞാൽ ഹാൻഡിൽ അല്ലെങ്കിൽ ലിവർ എന്ന് പറയുന്നത് അല്ലേ. ആർ കോമൺലി യൂസ്ഡ് ആസ് ലൈറ്റ് കൺട്രോൾ സ്വിച്ചസ്. മോസ്റ്റ് ഓഫ് ദീസ് സ്വിച്ചസ് ലൈറ്റ് കൺട്രോൾ സ്വിച്ചസ് ആണ് ഉപയോഗിക്കുന്നത്. അതിനാണ് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. മോസ്റ്റ് ഓഫ് ദീസ് സ്വിച്ചസ് കം വിത്ത് 2 or more ലിവർ പൊസിഷൻസ് വിച്ച് ആർ ഇൻ ദ വേർഷൻസ് ഓഫ് SPDT, SPST, DPST ആൻഡ് DPDT സ്വിച്ച്. സോ ദീസ് ആർ യൂസ്ഡ് ഫോർ സ്വിച്ചിങ് ഹൈ കറൻറ്റ്സ് as high as 10 ampere and can also be used for switching small currents. അപ്പോൾ ഇത് ഹൈ കറൻറ്റ്സ് ആപ്ലിക്കേഷനും സ്മോൾ സ്വിച്ചിങ് കറണ്ട് ആപ്ലിക്കേഷനും ഉപയോഗിക്കുന്നുണ്ട്. ഏകദേശം 10 ആംപിയർ കറണ്ട് വരെ നമുക്ക് ഉപയോഗിക്കാം. ദ ഓൺ കണ്ടീഷൻ ക്യാൻ ബി എനി ഓഫ് ദെയർ ലെവൽ പൊസിഷൻ. ഹവർ ബൈ കൺവെൻഷൻ ദ ഡൗൺവേർഡ് ഈസ് ദി ക്ലോസ്ഡ് ഓർ ഓൺ പൊസിഷൻ. അപ്പോൾ ഓൺ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ താഴോട്ട് ഇരിക്കുമ്പോഴാണ് എപ്പോഴും ഓഫ് അല്ലേ. മുകളിലോട്ട് ഡൗൺവേർഡ് എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡും. നമ്മൾ ആ ടോഗിൾ സ്വിച്ച് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, താഴെ ഇരിക്കുന്നത് നമ്മൾ മുകളിലോട്ട് ആക്കുമ്പോഴാണ് അത് എന്താവുന്നത്, ഓൺ പൊസിഷൻ ആവുന്നത്. സാധാരണ രീതിയിൽ അങ്ങനെയാണ്. അപ്പോൾ ആ ടോഗിൾ സ്വിച്ചിൻ്റെ ഫിഗർ അറിയാലോ, അതിനകത്തൊരു ലിവറോ ഒരു ഹാൻഡിലോ ഉണ്ടായിരിക്കും. അത് വെച്ചിട്ട് നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യും. നെക്സ്റ്റ് ഇസ് ലിമിറ്റ് സ്വിച്ച്. അപ്പോൾ ലിമിറ്റ് സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യം ഓർക്കുക. ആ ലിമിറ്റ് സ്വിച്ച് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് നമുക്കൊരു ഡിസ്റ്റൻസ് വരെ അത് പോയി കഴിഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് ഈ സ്വിച്ചിൻ്റെ ആക്ഷൻ വന്നിട്ട് എന്താണ് പെർഫോം ചെയ്യേണ്ടത്, അതാണ് ലിമിറ്റ് സ്വിച്ച് എന്ന് പറഞ്ഞാൽ. These switches are operated by the presence of an object or by the absence of an object or by the motion of machine instead of human hand operation. അതായത് നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതൊരു കൺവെയർ ബെൽറ്റാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറേ സാധനങ്ങളൊക്കെ വന്ന് വീഴുന്നു ഇല്ലേ. അപ്പോൾ ഇത് വന്ന് ഈ ഒരു പൊസിഷനിൽ എത്തുമ്പോഴത്തേക്കും ആ ഫങ്ഷൻ എന്ത് ചെയ്യണം, സ്റ്റോപ്പ് ആവണം. ഓക്കെ, അതായത് ഇപ്പം നമുക്ക് ഈ ഒരു പൊസിഷനിൽ നമുക്ക് കുറേ ലഗേജസ് വന്ന് ഇങ്ങോട്ട് വീഴാനുണ്ടെന്ന് വെച്ചോ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ ഒരു കൺവെയർ ബെൽറ്റ് നിങ്ങളൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അസ്യൂം ചെയ്യുക. അപ്പോഴേക്കും ഈ ഒരു പൊസിഷനിലാണ് നമ്മുടെ ലിമിറ്റ് സ്വിച്ച് ഇരിക്കുന്നത്. അപ്പോൾ ലിമിറ്റ് സ്വിച്ചിനകത്തൊരു ആക്ച്വേറ്ററും ദെൻ ഒരു ഇലക്ട്രിക്കൽ കോണ്ടാക്ട്സും ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പൊസിഷൻ വരെ നമ്മുടെ കൺവെയർ ബെൽറ്റ് മൂവ് ചെയ്ത് ഈ ഒരു പൊസിഷനിൽ വന്നു. ഈ ഒരു പൊസിഷനിൽ വരുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത്, ഈ ഒരു പൊസിഷനിൽ വരുമ്പോഴത്തേക്കും ഇവിടെ എന്തായി, ഒരു ഒബ്ജക്റ്റ് സെൻസിങ് അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ അവിടെ കിട്ടി, ഇവിടെ ഒരു മൂവ്മെൻറ്റ് നടന്നു എന്നുള്ളത്. അപ്പോൾ ആ ലിമിറ്റ് സ്വിച്ച് എന്ത് ചെയ്യും, ആ ഒരു മൂവ്മെൻറ്റ് അനുസരിച്ചിട്ട് അതിനകത്തുള്ള ഇലക്ട്രിക്കൽ കോണ്ടാക്റ്റിനെ എന്ത് ചെയ്യും, ആക്ച്വേറ്റ് ചെയ്യിക്കും. ഈ ആക്ച്വേറ്റർ വഴി ആ ഇലക്ട്രിക്കൽ കോണ്ടാക്റ്റിനെ ആക്ച്വേറ്റ് ചെയ്യിക്കും. ആക്ച്വേറ്റ് ചെയ്യിച്ചിട്ട് എന്ത് ചെയ്യും, അതൊരു മോട്ടറിലോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് വെക്കുക, ഒരു മോട്ടർ. അപ്പോൾ ആ മോട്ടർ അതിൻ്റെ ഫങ്ഷൻ പെർഫോം ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇരിക്കുന്ന ലഗേജിനെ മൂവ് ചെയ്യിച്ചിട്ട് ഇവിടോട്ട് വീഴ്ത്തും. മനസ്സിലായോ? അപ്പോൾ ഈ മോട്ടർ ഇങ്ങോട്ട് കണക്റ്റഡ് ആയിരിക്കും. ഈ മോട്ടറിൻ്റെ ആ ഒരു വർക്കിംഗ് കൺട്രോൾ ചെയ്യുന്നത് ഈ സ്വിച്ച് ആയിരിക്കും. ദാറ്റ് ഈസ്
ലിമിറ്റ് സ്വിച്ച്. ഓക്കെ, ഇനി നമുക്ക് ആ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. സോ some switches are operated by the presence of an object or by the absence of objects or by the motion of machine instead of human hand operation. അപ്പോൾ നമ്മൾ കൈ കൊണ്ടൊന്നും ചെയ്യണ്ട. അപ്പോൾ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ വന്നു, ഒബ്ജക്റ്റ് ഒന്നും ഇല്ലാതിരിക്കുന്നിടയ്ക്കാണെങ്കിൽ ആ പൊസിഷനിൽ ഒരു ഒബ്ജക്റ്റ് വരുമ്പോഴത്തേക്കും അതെന്ത് ചെയ്യും, ആ സ്വിച്ചുമായിട്ട് കോണ്ടാക്റ്റ് ആയി കഴിഞ്ഞാൽ സ്വിച്ച് എന്ത് ചെയ്യും, ആ ഫംഗ്ഷൻ എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. ക്ലിയർ ആണോ? അതുപോലെ തന്നെ ചിലപ്പോൾ നമുക്ക് എന്താണ്, ആബ്സെൻസ് ഓഫ് ഒബ്ജക്ട്സിലായിരിക്കും ലിമിറ്റ് സ്വിച്ചിൻ്റെ ഫംഗ്ഷൻ ചെയ്യേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മോഷൻ ഓഫ് മെഷീൻ, ഒരു മെഷീൻ്റെ മൂവ്മെൻറ്റ് ഈ പൊസിഷൻ ലിമിറ്റ് സ്വിച്ച് ഇരിക്കുന്ന പൊസിഷനിൽ വരുമ്പോഴത്തേക്കും നമുക്കത് എന്ത് ചെയ്യണം, സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ ആ ഒരു രീതിയിലുള്ള വർക്കിംഗ് ആണ് എന്തെന്ന് പറഞ്ഞാൽ ഈ ലിമിറ്റ് സ്വിച്ച് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിനകത്ത് ആ ഫിഗർ ഒന്ന് ഓർത്ത് വെക്കുക. ഇതിനകത്ത് 4 ടൈപ്പാണ്. നോർമലി ഓപ്പൺ ലിമിറ്റ് സ്വിച്ച്, നോർമലി ക്ലോസ്ഡ് ലിമിറ്റ് സ്വിച്ച്, ദെൻ നോർമലി ഓപ്പൺ ഹെൽഡ് ക്ലോസ്ഡ് ലിമിറ്റ് സ്വിച്ച്, നോർമലി ക്ലോസ്ഡ് ഹെൽഡ് ഓപ്പൺ ലിമിറ്റ് സ്വിച്ച്. അപ്പോൾ ഇതിൻ്റെ ഇത്രയും ഈ പേരും ആ ഫിഗറും ഒന്ന് ഓർത്ത് വെക്കുക. കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നോക്കണ്ട, ഇത്രയും മാത്രം ഓർത്ത് വെക്കുക. ഈ ഫിഗർ നോർമലി ഓപ്പൺ ലിമിറ്റ് സ്വിച്ച്. അപ്പോൾ ആ ലിമിറ്റ് സ്വിച്ച് എന്ന് കാണിക്കാനാണ് അവിടെ ഈ ഒരു മാർക്കിങ്. അപ്പോൾ സാധാ സ്വിച്ചിൻ്റെ കൂടെ ഇങ്ങനെ ഒരു മാർക്കിംഗ് വന്നു കഴിഞ്ഞാൽ അതെന്താണ്, ലിമിറ്റ് സ്വിച്ച് ആണ് കേട്ടോ. അപ്പോൾ നോർമലി ഓപ്പൺ എന്ന് പറഞ്ഞാൽ ഓപ്പൺ ആണ്, നോർമലി ക്ലോസ്ഡ്. ദെൻ നോർമലി ഓപ്പൺ ഹെൽഡ് ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ ഈ രീതിയിലിരിക്കും, ക്ലോസ്ഡ് ഹെൽഡ് ഓപ്പൺ എന്ന് പറഞ്ഞാൽ ഈ രീതിയിലിരിക്കും. അപ്പോൾ ഇതാണ് ഒരു ലിമിറ്റ് സ്വിച്ച്. ഓക്കെ, അപ്പോൾ ഈ ലിമിറ്റ് സ്വിച്ചിൻ്റെ ഇങ്ങനെ തന്നെ നമുക്ക് എക്സാമിന് ചോദിക്കും. ആ ഡെഫിനിഷൻ തന്നെ ചോദിക്കും. എന്താണ്, ബൈ മൂവ്മെൻറ്റ്, ബൈ ദ പ്രസൻസ് ഓഫ് ഒബ്ജക്റ്റ് ഓർ ബൈ ദ ആബ്സെൻസ് ഓഫ് ഒബ്ജക്റ്റ്, അങ്ങനെ തന്നെ ചോദിക്കും. ബൈ ദ മോഷൻ ഓഫ് മെഷീൻ ഇൻസ്റ്റെഡ് ഓഫ് ഹ്യൂമൻ ഹാൻഡ് ഓപ്പറേഷൻ, അതാണ് എന്തെന്ന് പറഞ്ഞാൽ ലിമിറ്റ് സ്വിച്ച്. അപ്പോൾ ലിമിറ്റ് സ്വിച്ചിൻ്റെ വർക്കിംഗ് നമുക്കൊരു സർക്യൂട്ടിൽ എങ്ങനെയാണെന്നും കൂടെ ഒന്ന് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ലിമിറ്റ് സ്വിച്ച് ആ പൊസിഷൻ വരുമ്പോഴത്തേക്കും മോട്ടർ ഓണോ ഓഫോ ആക്കും അല്ലേ. അപ്പോഴത്തേക്കും നമുക്കിങ്ങനെ ഒരു സാധാരണ ഒരു സ്വിച്ച് ഇങ്ങനെയാണെന്ന് പറയും. ദിസ് ഇസ് നോർമലി ക്ലോസ്ഡ് കോണ്ടാക്റ്റ് വിച്ച് ഈസ് കണക്റ്റഡ് ടു എ ലാമ്പ്. ദെൻ ഇവിടെ ഒരു ലാമ്പുണ്ട്, L1 L2. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ഇവിടെ സപ്ലൈ കൊടുക്കുക. പ്ലസ് മൈനസ് അല്ല, ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ സർക്യൂട്ട് എന്നുണ്ടെങ്കിൽ ഇത് നോർമലി ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഫസ്റ്റ് കേസിൽ ഇതുവഴിയായിരിക്കും കറണ്ട് ഫ്ലോ ഉണ്ടാവുന്നത്. ലാമ്പ് 1 എന്ത് ചെയ്യും, ഗ്ലോ ചെയ്യും. സെക്കൻഡ് കേസിൽ ഇത് കണക്ഷൻ പോയിട്ട് ഇങ്ങോട്ട് കണക്ഷൻ വന്നു കഴിഞ്ഞാൽ ഈ പൊസിഷനിലും കൂടെ ലാമ്പ് 2 എന്ത് ചെയ്യും, ഓണാവും. നമ്മളൊരു ലിമിറ്റ് സ്വിച്ച് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മളിവിടെ ഒരു ആക്ച്വേറ്റർ കണക്ട് ചെയ്തിരിക്കുക. ആക്ച്വേറ്റർ മീൻസ് ഒരു ലിമിറ്റ് സ്വിച്ച്. അപ്പോൾ ഈ ലിമിറ്റ് സ്വിച്ച് ഇവിടെ കണക്ട് ചെയ്തിരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോഴത്തേക്കും എന്താണ്, ഇവിടെ നമ്മൾ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഈ ഒരു ആക്ച്വേറ്റർ ഈ പോയിന്റ് വന്നിട്ട് കോണ്ടാക്റ്റ് വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, ഈ പൊസിഷൻ മാറി ഇങ്ങോട്ടേക്ക് വരും. അതായത് ഇതെന്താവും, ഈ പൊസിഷൻ നോർമലി ഓപ്പൺ ആവും, ഈ പൊസിഷൻ എന്താവും, ഇത് മാറിയിട്ട് ഈ പൊസിഷൻ എന്താവും, ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. അതായത് ഇവിടെ ഒരു ആക്ച്വേറ്റർ ഇരിക്കുന്നു, ആക്ച്വേറ്ററുമായിട്ട് ഇത് കണക്റ്റഡ് ആണ്. അപ്പോഴത്തേക്കും ഇതൊരു ലിമിറ്റ് സ്വിച്ച് ആണ്. അപ്പോൾ ഈ ആക്ച്വേറ്റർ ഈ കണക്ഷൻ വരുമ്പോഴത്തേക്കും അതെന്ത് ചെയ്യും, ഈ കോണ്ടാക്റ്റ് വിട്ടിട്ട് ഇങ്ങോട്ടേക്ക് ഈ ഒരു പൊസിഷനിലേക്ക് മൂവ് ചെയ്യും. അതായത് ഇവിടെ അങ്ങ് ബ്രേക്ക് ആവും. ഇവിടെ ബ്രേക്കായിട്ട് ഇവിടെ കോണ്ടാക്റ്റ് വരുമ്പോഴത്തേക്കും ഈ കണക്ട് ചെയ്തിരിക്കുന്ന ലാമ്പ് എന്താവും, ഓഫ് ആവും. അതായത് ആദ്യം അത് ഓൺ ആയിരുന്നു,
പിന്നെ നമ്മൾ ഈ ഒരു ലിമിറ്റ് സ്വിച്ച് നമ്മളിവിടെ വെക്കുമ്പോഴത്തേക്കും ആ ലിമിറ്റ് സ്വിച്ച് ഈ പൊസിഷനിൽ വരുമ്പം ആ ലിമിറ്റ് സ്വിച്ചിൻ്റെ ഫംഗ്ഷൻ ആ ആക്ച്വേറ്റർ ഡിറ്റക്ട് ചെയ്തിട്ട് ഇലക്ട്രിക്കൽ സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യും. അത് ആ ഒരു മൂവ്മെൻറ്റ് കാരണം ഈ പൊസിഷൻ ഇങ്ങോട്ടേക്ക് മാറിയിട്ട് ഇതെന്താവും, ഈ ലാമ്പ് ഓൺ ചെയ്തിട്ട് ഇതെന്താക്കും, ഓഫാക്കും. അപ്പോൾ ഇതാണ് ഒരു ലിമിറ്റ് സ്വിച്ചിൻ്റെ വർക്കിംഗ്. അപ്പോൾ ഒരു ഡിറ്റക്ഷൻ ഓഫ് എന്താണ് ഒബ്ജക്ട്സ്, ആ പ്രസൻസ് ഓഫ് ഒബ്ജക്ട്സിൻ്റെ ആ പൊസിഷൻ വെച്ചിട്ടാണ് ആ സ്വിച്ച് വർക്ക് ചെയ്യുന്നത്. ആ കാര്യം ഒന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൗണ്ടിങ്, ആ ഒരു പൊസിഷൻസ്, നമ്പർ ഓഫ് ഒബ്ജക്ട്സ് എത്ര എണ്ണം പാസ് ചെയ്ത് പോയി, ആ കൗണ്ടൊക്കെ എടുക്കാൻ നമുക്കിത് ഉപയോഗിക്കാം. എലിവേറ്റേഴ്സിൽ ഉപയോഗിക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ കൺവെയർ ബെൽറ്റ്സിൽ, ഗാരേജസ് മൂവ്മെൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നമുക്ക് എന്ത് ഉപയോഗിക്കാം, ലിമിറ്റ് സ്വിച്ചസ്. അപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ ഒന്നും കൂടെ ക്ലിയർ ചെയ്യാം. ഇപ്പോൾ ഒരു കൺവെയർ ബെൽറ്റ് ഉണ്ട്, അതിങ്ങനെ ഒരു മോട്ടറുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും, അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും അല്ലേ. അപ്പോൾ ഒരു ലിമിറ്റ് സ്വിച്ച് ആക്ച്വേറ്ററുമായിട്ട് ഇവിടെ കണക്ട് ചെയ്തിരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഒരു കണ്ടെയ്നർ ഉണ്ട്. ഈ ഒരു പൊസിഷനിൽ കൺവെയർ ബെൽറ്റ് മൂവ് ചെയ്ത് ഈ ലിമിറ്റിൻ്റെ പൊസിഷനിൽ വരുമ്പോഴത്തേക്കും മോട്ടർ ആക്ഷൻ എന്ത് ചെയ്യും, കൺട്രോൾ ചെയ്യും. ഇതിപ്പം റൊട്ടേറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന മോട്ടർ ആണെന്നുണ്ടെങ്കിൽ അതെന്താ, ഓഫ് ചെയ്യിക്കും. ഓഫ് ചെയ്യിക്കുന്നത് ഈ ലിമിറ്റ് സ്വിച്ച് ഈ മോട്ടറുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ഓഫ് ആയിക്കഴിഞ്ഞാൽ ഈ പൊസിഷനിൽ വെച്ചിട്ട് നമുക്ക് ലഗേജസിനെ ഇതിനകത്തോട്ട് ഇടാം. അപ്പോൾ ആ പൊസിഷൻ വെച്ചിട്ടാണ് ഇവിടെ എന്ത് നടക്കുന്നത്, സ്വിച്ചിങ് നടക്കുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പ്രോക്സിമിറ്റി സ്വിച്ചും റിലേസും നോക്കിയിട്ട് ഈ ഭാഗത്ത് കംപ്ലീറ്റ് MCQs ഡിസ്കസ് ചെയ്യാം. താങ്ക്